ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും മക്കൾക്കും എല്ലാവർക്കും ഇവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടില്ലെന്ന് വെച്ചാൽ ആഫ്റ്റർ ഡെലിവറി എനിക്കുണ്ടായിട്ടുള്ള അനുഭവം, മൈ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാനൊക്കെ എങ്ങനെയാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നടത്തിയത്, അത് നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ കുവൈത്തിൽ എങ്ങനെയാണ് എനിക്ക് ചെയ്തത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ആഫ്റ്റർ ഡെലിവറി ഡെലിവറി ഞാൻ പറഞ്ഞ ഫസ്റ്റ് കോംപ്ലിക്കേഷൻ അത് പറഞ്ഞു. പിന്നെ കുഞ്ഞിക്ക് B7 ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിന്. അപ്പോൾ അതുണ്ട് നമ്മൾ ഭയങ്കര ടെൻഷനിലുണ്ടായിന്. ഒരു ആദ്യത്തെ 2 വീക്സ് ഫുൾ ടെൻഷനിലുണ്ടായിന്. പിന്നെ പോയി ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് ആകുമ്പം അതിൽ പറഞ്ഞ് അൽഹംദുലില്ലാ കുറവുണ്ട്, മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം നമ്മളെ കൂടെ ഉണ്ടായ സിസ്റ്റർ പറഞ്ഞത് അൽഹംദുലില്ലാ അല്ലാഹ് കാത്തയാണ്, അവർ മിറാക്കിൾ പോലെയാണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ഒരുപാട് ഹാപ്പിയായി, അൽഹംദുലില്ലാ. നല്ല ടെൻഷൻ ഉണ്ടായിന്. അപ്പോൾ അൽഹംദുലില്ലാ മാറിക്കിട്ടി. അതുപോലെ തന്നെ പിന്നെ എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിന് ഇവിടെ ഡെലിവറിക്ക് എത്ര പൈസയാവുമെന്ന്. നോർമൽ ഡെലിവറിക്ക് ഇവിടെ ഡെലിവറി ആവാൻ 100 KD 10 KD 1 ഡേ റൂമാണ്. അപ്പോൾ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ 2-3 ഡേയ്സ് അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഡേ 10 KD വെച്ചിട്ട് 3 ദിവസത്തേക്ക് 30 KD ആവും. എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് കുഞ്ഞിനെ ബേർപ്പ് ചെയ്യിപ്പിക്കുമ്പോഴാണ്. ഭയങ്കര ടൈം എടുക്കും ഇവള് ബേർപ്പ് ചെയ്യാൻ. ഓരോ കുട്ടികൾ ഓരോ ഇതല്ല. അപ്പോൾ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഓരോ സമയത്ത് അവൾ വേഗം ബേർപ്പ് ചെയ്യാറുണ്ട്, ഓരോ സമയത്ത് ഭയങ്കര ടൈം എടുക്കാറുണ്ട്. അപ്പോൾ അതിന് 3 വേസാണുള്ളത്. ഒന്നെന്ന് വെച്ചാൽ ഇവിടെ ഇട്ടിട്ട് വയറ് ഷോൾഡറിന് മുട്ടുന്ന രീതിയിൽ കടത്തിയതിന് ശേഷം ബേർപ്പ് ചെയ്യിപ്പിക്കുക. പിന്നെ രണ്ടാമത് മടിയിൽ വെച്ചിട്ട് ബേർപ്പ് ചെയ്യിപ്പിക്കുക. പിന്നെ മടിയിൽ ഇരുത്തിയിട്ട് താടിക്ക് കൈ കൊടുത്തിട്ട് സൈഡിൽ തട്ടിയിട്ടും ബേർപ്പ് ചെയ്യിപ്പിക്കുക. 3 വേസ് നമുക്ക് ചെയ്യാം. ആഫ്റ്റർ ഡെലിവറി നമ്മുടെ ബോഡി എങ്ങനെ പഴയതുപോലെ കൊണ്ടുവരാം, അതാണ് ടോപ്പിക്ക്. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി നമ്മളെ ബോഡി ഭയങ്കര ഇളകായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. വെച്ചാൽ ബോഡി ഫുൾ ഇളകിയിട്ടാണുള്ളത്. അപ്പോൾ അത് ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് മാറ്റിയിട്ട് ബാക്ക് ടു നോർമലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇവിടെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായി. ആയുർവേദിക് മെഡിസിൻ ഒന്നും കിട്ടൂലേ, ഞാനിവിടെ പെട്ടുപോകുമോ, അങ്ങനെയല്ല. ഇവിടെ അതിന് ഭയങ്കര എക്സ്പെൻസീവാണ്. ഒരു അരിഷ്ടത്തിന് ഇവിടെ 5 KD വരുന്നുണ്ട്, നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നാട്ടിൽ നമുക്ക് ചെറിയ പൈസക്ക് കിട്ടുന്ന മരുന്നാണ് ഇവിടെ എക്സ്ട്രാ പൈസ വരുന്നത്. ആഫ്റ്റർ ഡെലിവറിയിലേക്ക് വേണ്ട മരുന്നെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന് എൻ്റെ ഫ്രണ്ട് നാദിയ എനിക്ക് കൊണ്ടുതന്നിന്. അപ്പോൾ അവൾ കൊണ്ടുതന്നതുകൊണ്ട് ഞാൻ അതെല്ലാം യൂസ് ചെയ്ത്. ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ആയുർവേദിക് മെഡിസിൻ, ആയുർവേദിക്. അപ്പം മാക്സിമം എനിക്ക് തോന്നുന്നു മാക്സിമം എല്ലാവരും സെലക്ട് ചെയ്യുന്ന ഓപ്ഷനാണത്, ആയുർവേദം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് സാധാരണ രീതിയിൽ നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കാണെങ്കിൽ ആഫ്റ്റർ 4 days കഴിഞ്ഞാൽ മേത്ത് നമ്മുടെ ശരീരത്തിൽ കുഴമ്പ് അപ്ലൈ ചെയ്തിട്ട് കുളിക്കുക. അല്ല സിസേറിയൻകാരാണെങ്കിൽ ആഫ്റ്റർ 2 weeks ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഈ ആയുർവേദിക്കിലുള്ള ഡോക്ടർമാർ നമ്മളോട് പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ധന്വന്തരം കുഴമ്പാണ്. ധന്വന്തരം കുഴമ്പ് അത് നാട്ടിൽ നിന്ന് എത്തിച്ച് തന്നെയാണ്. അപ്പോൾ അത് 2 bottle കൊണ്ടുവന്നിട്ടുണ്ടായിന്. 1 month 2 bottle ആവശ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വാങ്ങിച്ചാണ്. അപ്ലൈ ചെയ്തിട്ട് ഹാഫ് ആൻ അവർ ഇരുന്നതിന് ശേഷമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ചൂടിന് വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്തിട്ട് കുളിക്കുന്നത്. ഒരാളും പറയും നല്ല ചൂട് കഴിക്കണം, അങ്ങനെയല്ല. നമുക്ക് പൊള്ളുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിൽ നമുക്ക് കുളിക്കാം. ഇത് കുളി കഴിഞ്ഞതിന് ശേഷം നാൽപ്പാമരാതി പൊടി എന്ന് പറഞ്ഞിട്ടൊരു പൊടിയുണ്ട്. അത് നമ്മളൊരു ചെമ്പിൽ അതിന് സെപ്പറേറ്റ് ചെമ്പാക്കി വെച്ചിട്ട് അതിൽ ഇവർ തിളപ്പിച്ചിട്ട് അത് നമ്മളെ ലാസ്റ്റ് ഒന്ന് ഒഴിച്ചു തരും. മരുന്ന് വെള്ളം എന്നാണ് പറയുന്നത്. ബെസ്റ്റ് ഓപ്ഷനുകളും
അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളെല്ലാം അതിൽ ഇലയിട്ട് തിളപ്പിച്ചിട്ട് കുളിക്കുന്നില്ല. അതൊന്നും ഞാൻ ചെയ്തിട്ട് ഇവിടെ ഇലയൊന്നും കിട്ടില്ലല്ലോ. പിന്നെന്ന് വെച്ചാൽ എനിക്ക് പറയല്ലത് നെക്സ്റ്റ് ഫുഡ്. മോർണിംഗിൽ എനിക്ക് ടീ തരാറില്ല, മിൽക്കാണ് തരില്ല. 1 ഗ്ലാസ് മിൽക്ക്, പിന്നെ ബനാന, പിന്നെ എഗ്ഗ്, അങ്ങനെ 3 സാധനമാണ് തരാറുണ്ടായത്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഒരു 11 o'clock ആ ടൈമിൽ എനിക്ക് നോർമൽ ബ്രേക്ക്ഫാസ്റ്റ്, ഇടിയപ്പം, വെജിറ്റബിൾ കറി, അങ്ങനത്തെ എന്തെങ്കിലും തരും. അതിന് ശേഷം ഈ കുളി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ആണ് കഞ്ഞി തരൽ. മരുന്ന് കഞ്ഞി എന്നാണ് അതിന് പറയൽ. അപ്പോൾ എനിക്കത് ഡെയിലി ഇവിടെ 30 days എനിക്കത് തന്നിട്ടുണ്ടായിന്. അപ്പോൾ അതെങ്ങനെ തന്നതെന്ന് വെച്ചാൽ അതിൽ ഉണ്ടായത് ചെറിയരി മീൻസ് പൊടിയരി, ചെറുപയർ മുളപ്പിച്ചത്. അത് തലേന്ന് വെള്ളത്തിലിട്ടിട്ട് മുളപ്പിക്കും. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അവർ മുളപ്പിക്കും. എന്നിട്ട് അതും പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, തേങ്ങ, വെളുത്തുള്ളി, ഉലുവ, ഇത്രയും ഐറ്റംസാണ് അതിൽ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി. അപ്പം ഇത്രയും ഐറ്റംസ് ചേർത്ത് വേവിച്ചിട്ട് പിന്നെ കഞ്ഞി പോലെ ആക്കിയിട്ട് നമുക്ക് തരും. അപ്പോൾ അത് കുടിച്ചാൽ ബെസ്റ്റ് എന്നാണ് പറയുന്നത്. മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും, മുളപ്പിച്ച പയറായതുകൊണ്ട്. അതുകൂടാണ്ട് നമ്മൾ മോർണിംഗിൽ ഫുഡിന് കഴിക്കുന്നതിന് മുൻപ് ജീരകാരിഷ്ടം, ദശമൂലാരിഷ്ടം, ഈ 2 അരിഷ്ടങ്ങൾ മിക്സ് ചെയ്തിട്ട് 15 ml വീതം എന്ന് വെച്ചാൽ ഒരു വലിയ സ്പൂണിൽ 3 ടേബിൾ സ്പൂൺ രണ്ടും എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് മോർണിംഗിലും നൈറ്റിലും ഡെയിലി കുടിക്കണം. അത് തീരുന്നവരെ കുടിക്കണം. തെന്നന്തരം കഷായം 200 ml അതിൻ്റെ ചെറിയ ബോട്ടിൽ. അത് കുടിക്കുമ്പോൾ ഒരു നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല, ഓൺലി വെജിറ്റബിൾ. അപ്പോൾ അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിന്. അതങ്ങനെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ കഴിച്ചിട്ട് നമുക്ക് കുടിക്കാൻ പറ്റാത്തൊരു മരുന്നാണത്. കഷായം എന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ അതെങ്ങനെയെങ്കിലും കുടിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കുടിപ്പിച്ചിന്. പിന്നെ ബേബിക്ക് അപ്ലൈ ചെയ്യുന്നത് നാൽപ്പാമരാതി വെളിച്ചെണ്ണ പറഞ്ഞിട്ടൊരു വെളിച്ചെണ്ണയാണ്, നാട്ടിൽ നിന്ന് വരുത്തിച്ചാണ്. അപ്പോൾ അത് നല്ല ബെസ്റ്റ് ഓയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര യെല്ലോ കളറാണ് ഓയിലിന്. അപ്പോൾ അത് നല്ലതാണ്. അത് മസാജ് ചെയ്തിട്ട് ഒരു 10 minute, അത്രയൊന്നും കിടക്കില്ല, എങ്ങനെയെങ്കിൽ ഞാനൊരു 10 minute കിടത്തിയിട്ട് കുളിപ്പിക്കലാണ് പതിവ്. 20 to 26 days ആയാൽ അതിനുള്ളിൽ 20-26 days ആയാലും നമുക്ക് ലേഹ്യം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ ലേഹ്യം നാട്ടിൽ നിന്ന് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 23 days ആകുമ്പോൾ ഞാൻ ലേഹ്യം കഴിക്കാൻ തുടങ്ങി. തെങ്ങിൻ പൂക്കിലാമൃതം എന്ന് പറഞ്ഞിട്ടൊരു ലേഹ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നല്ലതാണെന്നാണ് പറയുന്നത് നട്ടെല്ലിനെല്ലാം. ടേസ്റ്റ് ഒരു ചൊവയുണ്ട്, പക്ഷെ അതെങ്ങനെ കഴിച്ചാൽ നല്ലതെന്നാണ് പറയുന്നത്. പണ്ടുള്ള ആൾക്കാർ ഒരുപാട് ചോറ് ഒരുപാട് കഴിക്കണം, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറയും. പക്ഷെ ഞാൻ അങ്ങനെ ഒരുപാട് ചോറൊന്നും കഴിക്കില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കഴിക്കലും. അതേപോലെ തന്നെ നൈറ്റിലും ചോറ് കഴിക്കണം എന്നെല്ലാം പറയും. ഞാൻ നൈറ്റിൽ ചപ്പാത്തി, ദോശ അങ്ങനത്തെ എല്ലാം കഴിക്കലുണ്ടായിന്. അപ്പോൾ ഒരാൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കഴിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരാൾ മെയിൻ ഇവിടുത്തെ കുവൈറ്റീസ് എല്ലാം ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ അവർ ഓടി നടക്കും. അത് ഒരു ശീലമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്നെല്ലാം വെച്ചാൽ പ്രസവം കഴിഞ്ഞിട്ടുള്ള കിടപ്പ് അത് മസ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെയും പിന്നെ ചെയ്തിന്. 1 മാസം പറ്റിയിട്ടില്ലെങ്കിൽ മാക്സിമം ഒരു 2 weeks എങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ ബാക്ക് പെയിനിൽ വരാൻ ചാൻസ് ഉണ്ട്. കൂടാണ്ട് 3 monthത്തേക്ക് ഒരുപാട് വെയിറ്റിൽ സാധനം പൊക്കാണ്ടിരിക്കണം, അങ്ങനെയെല്ലാം ആണ് പറയുന്നത്. അതെല്ലാം പറഞ്ഞിരുന്നത്. ആഫ്റ്റർ ഡെലിവറി മസ്റ്റായിട്ട് കഴിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ബനാന, നേന്ത്രപ്പഴം. അപ്പോൾ ഇവിടെ ഇനി 1 കിലോയ്ക്ക് 250 rupees വരുന്നത് ഇന്ത്യൻ മണി. അപ്പം നാട്ടിലതിൻ്റെ ചെറിയ പൈസയില്ല. അപ്പോൾ അത് ഇവിടെ റേറ്റ് വൈസിൽ ഭയങ്കര അധികമാണ്. പക്ഷേ അത് മസ്റ്റായിട്ട് കഴിക്കണം എന്നാണ് ഞാൻ കഴിച്ചിന്. കാൽസ്യവും അയണും നമ്മളെ ഡിസ്ചാർജ് ചെയ്യുമ്പം ഹോസ്പിറ്റലിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി തരുന്നുണ്ട്. ഡെലിവറി ടൈം കഴിക്കുന്ന പോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി നമുക്ക് കഴിച്ചാൽ നല്ലതാണ്. എനിക്ക് ടാബ്ലറ്റ് കഴിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട്, പക്ഷെ കഴിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക്
പ്രഗ്നൻ്റ് ആയാലും ടാബ്ലറ്റ് കഴിക്കാൻ മടി തന്നെ, ആഫ്റ്റർ ഡെലിവറിയും സെയിം തന്നെ എൻ്റെ അവസ്ഥ. അപ്പോൾ ഫുഡിൻ്റെ കൂട്ടത്തിൽ ധാരാളം വെജിറ്റബിളും കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഷുഗർ ഉണ്ടായത് കൊണ്ട് ഞാൻ ഷുഗർ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി ഞാൻ കുറച്ച് ഷുഗർ ഇട്ടിട്ട് ടീ മിൽക്കിലെല്ലാം കുറച്ച് ഷുഗർ കൂട്ടിയിട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഷുഗർ നോർമലായി ആഫ്റ്റർ ഡെലിവറി. പിന്നെന്ന് വെച്ചാൽ കുരുമുളക്, പെപ്പർ നമ്മുടെ കറിയിൽ കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. വയറിന് തണുപ്പ് കിട്ടാൻ നല്ലതാണ് പെപ്പർ കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ കറിയിലും പെപ്പർ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുകൂടാണ്ട് ഈ പൊരിച്ചത് കരിച്ചത് അങ്ങനത്തെ എല്ലാം ഒരുപാട് കഴിക്കാണ്ട് കുറച്ച് അവോയ്ഡ് ചെയ്യണം. പിന്നെ വേറെന്ന് വെച്ചാൽ ചേന മെഴുക്ക് വരട്ടി അങ്ങനെയെല്ലാം പറഞ്ഞിട്ടില്ല, ചേനനെ കൊണ്ടുള്ള ഐറ്റംസ് എല്ലാം ഇല്ലേ. പിന്നെ വെജിറ്റബിൾ നരമ്പൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ, തൈര് അങ്ങനത്തെ എല്ലാം ഫുഡിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ആഫ്റ്റർ ഡെലിവറി കഴിക്കാൻ പറ്റിയ ഒന്നാണ് മരുന്ന് സൂപ്പ്. എന്ന് വെച്ചാൽ ആട്ടിൻകാൽ സൂപ്പ്, അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ സൂപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ കുടിക്കണം. എനിക്കങ്ങനെ കൂടുതൽ കുടിക്കാൻ പറ്റിയിട്ട് ഞാൻ കുറച്ചേ കഴിച്ചിട്ടും, അത് പക്ഷെ കഴിച്ചാൽ നല്ലതെന്നാണ് പറയുന്നത്. അതിൽ ഒരുപാട് ഈ ക്യാരറ്റ് ആൻഡ് ജീരകം അങ്ങനത്തെ എന്തെല്ലാം സാധനം ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ ഉലുവ ചേർത്തിട്ടുള്ള ഉലുവ വെള്ളം കുടിക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അത് ഞാൻ ചെയ്തിട്ട് ഉലുവ വെള്ളം ഞാൻ കുടിച്ചിട്ട്, ഞാൻ കഞ്ഞിയിൽ ചേർത്തിട്ട് കഴിച്ചിട്ടും. അപ്പം ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പം അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും സമയം എന്നെ സഹായിച്ചതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ അസ്സലാമു അലൈക്കും. ഓക്കെ, ബൈ.